നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായതാണ്, വേറെ ഒന്നുകൊണ്ടല്ല. +2 കെമിസ്ട്രി പണി പാളും എന്നുള്ളൊരു രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലരിൽ നിന്ന് വന്നുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചേക്കുക, ഏറ്റവും ഷോർട്ട് വീഡിയോ, പക്ഷെ നിങ്ങൾക്ക് വളരെ ചിന്തിപ്പിക്കുന്നതും ഉപകാരപ്പെടുന്നതും ആ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഇന്നെനിക്ക് ഒരുപാട് സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും ഫോൺ കോൾ ആദ്യമായിട്ടിരിക്കുന്ന ഒരുപാട് വരുന്നെങ്കിൽ പോലും ഒരു പരീക്ഷയ്ക്ക് മുമ്പേ ഇപ്പോൾ ഓൺലൈൻ അങ്ങനെ വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. പേരൻസ് ഒരുപാട് മെസ്സേജ് അയക്കുന്നത്, കുട്ടികൾ മെസ്സേജ് അയക്കുന്നത് നമുക്കറിയാം, പക്ഷേ പേരൻസ് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും എനിക്ക് ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജുകളും ഇതുപോലെ ഒരുപാട് വന്ന് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാട്സപ്പ് നമുക്ക് നോക്കാം. എന്നാൽ പോലും പരമാവധി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്രയും ബുദ്ധിമുട്ടിലൂടാണ് +2 പോകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ മസ്റ്റായിട്ട് ചെയ്തത്. നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷ ഫിസിക്സ് പരീക്ഷയ്ക്ക് കുറച്ച് പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ കൊടുത്ത് കാണും. കാരണം എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം കൊടുത്ത് കാണും. കാരണം ഫിസിക്സ് പാടാണ്, പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പരീക്ഷ നമുക്ക് എളുപ്പമായി. അതുകൊണ്ട് ഒരു പരിധിവരെ പല കുട്ടികൾക്കും ആ ഒരു സന്തോഷം ഭയങ്കരം നിന്നു. രണ്ടാമത്തെ മാത്സും ഒരുപാട് പേർക്കൊന്നും കടുപ്പമായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല, അതിനകത്ത് 7 മാർക്ക് അത്യാവശ്യം ഫ്രീ മാർക്ക് കിട്ടി. അന്നേരം 2 പരീക്ഷ കഴിഞ്ഞതോടുകൂടി 7-ാം തീയതിയാണ് 2 പരീക്ഷ കഴിഞ്ഞത്. അതിനുശേഷം കെമിസ്ട്രി പരീക്ഷ 14-ാം തീയതിയേ ഉള്ളൂ എന്നുള്ളതിൽ ഒരു 6-6.5 ദിവസം ഗ്യാപ്പ് കണ്ടതോടുകൂടി ഗംഭീരമായിട്ട് ഇതിനകത്തൊരു എനിക്കൊന്ന് കേരളത്തിലൊരു 70% കുട്ടികൾ, ഞാൻ എല്ലാവരെയും പറയാൻ അർഹനല്ല, എന്നാൽ പോലും ഞാൻ ഈ ഓൺലൈനിലെ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളെല്ലാം പറഞ്ഞു, സാറേ നോക്കുന്നേ ഇല്ല, ഇതെങ്ങനെ പോകും, രക്ഷാകർത്താക്കൾ കരയുന്നല്ല, രക്ഷാകർത്താക്കൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഏത് രീതിയിലോട്ട് പറഞ്ഞാൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങളോടൊപ്പം ചിന്തിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അല്ലാതെ നിങ്ങൾക്ക് മണ്ടയ്ക്ക് ചിന്തിക്കുമോ, നിങ്ങൾക്ക് താഴെ ചിന്തിക്കുന്നതല്ല, നിങ്ങളുടെ ഒപ്പം ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. +2 കെമിസ്ട്രി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഓർഗാനിക് 10 ചാപ്റ്റർ ഉള്ളെങ്കിൽ 10ഉം ഒരേപോലെ വെയിറ്റേജ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപക്ഷെ അമീൻസോ ബയോമോളിക്യൂൾസോ ഒന്ന് മാറ്റി നിർത്തിയാൽ എല്ലാം ഇൻഓർഗാനിക്, ഇപ്പം ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിലും കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിലും സൊല്യൂഷൻസ് ആണെങ്കിലും എല്ലാത്തിനും ഒരേപോലെ വെയിറ്റേജ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ വിട്ടാൽ നമുക്ക് പണി കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത് ഇതേപോലെ വെയിറ്റേജ് അനുസരിച്ചായിരിക്കും പബ്ലിക് എക്സാം ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് +1 കെമിസ്ട്രി പോലും വെയിറ്റേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല വ്യത്യാസം വന്നു. ഓർഗാനിക്കിൻ്റെയും ഇൻഓർഗാനിക്കിൻ്റെ ഒക്കെ വ്യത്യാസം വന്നു. അങ്ങനെയൊക്കെ വരാം, അതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അന്നേരം നമുക്ക് ഞങ്ങൾ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് നിങ്ങൾ പഠിച്ചു തുടങ്ങാനുള്ള സമയമായി. ഇന്നിപ്പം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4 ദിവസം പടാന്നങ്ങ് പോകും. ലാസ്റ്റ് നിമിഷം ഇരുന്ന് ഓർഗാനിക്കോ ഇനോർഗാനിക്കോ കെമിസ്ട്രി പഠിക്കാൻ ഇരിക്കരുത് മക്കളെ, അത് പണി പാളും. അത് പായസത്തെ പണി കിട്ടും, അത് ഗംഭീര പണിയായിരിക്കും. അത് നിങ്ങളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഞാൻ ഇന്നേ വരെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. കാരണം അറിയോ, അത് ഞാൻ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുട്ടികളിനകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ പഠിക്കണം ഇന്നത് പഠിക്കണം എന്ന് ഓരോ വീഡിയോ കഴിയുമ്പോൾ പറയാനുള്ള കാരണം നിങ്ങൾ കൂടുതൽ ജാഗ്രത വേണം. കെമിസ്ട്രി എളുപ്പമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ എളുപ്പമാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടാവുന്നൊരു സബ്ജക്റ്റായിട്ട് മാറും. അങ്ങനെ ആകരുതെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ നിങ്ങളോട് സ്നേഹിക്കാനും എന്തെങ്കിലും വിഷം വരുമ്പോൾ പറയാനും ഉള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് മാഷി ഇത് പറയുന്നത്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, നല്ലപോലെ പഠിക്കുക. കാണുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ കാണുക. അത് ഈ 6 ഇന്നൊന്നും ഇല്ല. നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരമാവധി ഷോർട്ട് വീഡിയോസും ഷോർട്ട് നോട്ട്സും മാക്സിമം ഈ സമയത്തിനുള്ളിൽ നന്നായിട്ട് കണ്ടു തീർക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് ലെവലിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. ഒരു വിഷയം മതി നമ്മളെ മൊത്തത്തിൽ തകർക്കാൻ. പലരും ഇല്ലെന്നൊക്കെ പറയും, ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും. അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും. അതുകൊണ്ട് ഒരാൾ പോലും ഉഴപ്പരുത്, ഗംഭീരമായിട്ട് പഠിക്കുക. ഇതൊരു താക്കീതായിട്ട് മാഷ് തരുന്നൊരു താക്കീതായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അന്നേരം അത് സ്നേഹമുള്ളൊരു താക്കീതാണ്. നിങ്ങൾ മാർക്ക് കുറയാതിരിക്കാൻ വേണ്ടി, മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ഉഴപ്പിൻ്റെ ഇതിൽ നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ സ്നേഹമുള്ളിടത്ത് ഒരു അടി കൊടുത്ത് കയറി പാടാ മക്കളെ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കയറി വാ. അല്ലേ, മഞ്ഞുമൽ ബോയ്സിനകത്ത് കാണുന്ന പോലെ, നമ്മുടെ ഗുണാ കേവിനകത്തോടെ കയറി വരുന്ന പോലെ നമ്മളൊക്കെ കയറി പിടിച്ചോളാം. ഇങ്ങനെ നിങ്ങൾ കയറി വരണം. ഇനിയും പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും.
ഇതിനകത്ത് വളരെ കുറച്ച് ശതമാനം പേര് പഠിക്കുന്നുള്ളൂ എന്നുള്ള ഉറപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തരും നിങ്ങൾ വ്യക്തമാക്കൂ, നല്ലതുപോലെ പഠിക്കുന്നത്. ചുമ്മാതിരിക്കുന്നവരാണ് നല്ല ശതമാനം പേര്. സമയം, ടൈം ഈസ് വെരി പ്രഷ്യസ്. പിടിച്ചാൽ കിട്ടൂലേ. ഹാർഡ് വർക്ക് പേസ് ഓഫ്. ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ല. കഷ്ടപ്പെട്ടാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇത് ഏത് പരീക്ഷയായാലും അങ്ങനെ കഷ്ടപ്പെടാൻ എല്ലാ കുഞ്ഞുങ്ങളും തയ്യാറാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മാഷ് ഓക്കെ ആണല്ലോ. നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.